ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ആദ്യം നാരങ്ങ നന്നായി കഴുകി തുടച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനകത്ത് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യമേ കല്ലുപ്പ് ഇട്ടൊന്നൊരു മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കത് ചെറുതായി ഒന്ന് വാടി കിട്ടും. അപ്പോൾ നീര് വേറെ കിട്ടും. അപ്പോൾ നമ്മളത് മാറ്റി വെക്കുക. ശേഷം നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കാം. ആദ്യം ഉലുവയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ നമ്മൾ ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അവർ കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളൊന്ന് വറുത്തെടുക്കുക. ഉലുവയുടെ കളറൊക്കെ മാറി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ശേഷം നമ്മൾ അതേ പാത്രത്തിൽ തന്നെ ജീരകമാണ് വറുത്തെടുക്കാൻ പോകുന്നത്. ജീരകം ഒരു 2.5 ടീസ്പൂൺ അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം കരിഞ്ഞു പോകാത്ത രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടുണ്ട് നമുക്കത് വറുത്തെടുക്കാം. അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉലുവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടുകാണ്. കടുക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുക് നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞ ഒത്തിരി തന്നെ നമുക്കിതൊന്ന് വറുത്തെടുത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയിട്ടുള്ള ജീരകം അതേപോലെ ഉലുവയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മളിതൊന്ന് തണുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനൊരു ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളകും ഇതേപോലെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വറുത്തെടുത്തിട്ടുള്ള പൊടിയിലേക്ക് നമ്മൾ ഈ വറുത്തെടുക്കുന്ന മുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഒന്നിച്ചാണ് നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ മുളകും പൊടിച്ച് മാറ്റിയിട്ടുണ്ട്. നേരത്തെ വറുത്ത കൂട്ടിലേക്ക് നമ്മൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനൊരു മറ്റൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എള്ളെണ്ണ ചൂടായിരുന്ന സമയത്ത് അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. പക്ഷേ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതായത് നല്ല നാടൻ മഞ്ഞൾ പൊടിച്ച പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ എരിവ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിനകത്തുള്ളതുകൊണ്ട് ഇനി എക്സ്ട്രാ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. മുഴുവൻ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇട്ടിരിക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങ നീരും അല്പം വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിനാഗിരി ചേർത്താണ് നമ്മൾ ഒരുപാട് സമയം അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നാരങ്ങ നീരിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതുകൊണ്ട് ഉപ്പ് എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒരല്പം കായപ്പൊടിയാണ്, അതായത് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും എൻ്റെ നമസ്കാരം.